ഇപ്പോൾ ബെയിലി പാലത്തിൻ്റെ അടുത്തു നിന്നും നമ്മുടെ പ്രതിനിധി ദിലീപ് ദേവസ്യ ചേരുന്നുണ്ട്. ദിലീപ് ദേവസ്യ, ഇടയ്ക്ക് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം നിർത്തിവെച്ചിരുന്നു. ഇപ്പോഴെന്താണ് അവിടുത്തെ കാലാവസ്ഥ? നിർമ്മാണം ഇന്ന് രാത്രിയിലും തുടരും? മേലോട്ടേക്ക് പോകരുതെന്ന് പറയുന്നുണ്ട്. ഡോക്ടർ അരുൺകുമാർ, ഇന്ന് രാത്രിയിലും ഞാൻ രാവിലെ തന്നെ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ചൂരൽമലയുടെ ഭാഗത്ത് തന്നെയാണ്. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണ ഘട്ടങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരും സൈന്യവും വെച്ചുകൊണ്ടുള്ള തള്ളിയാണ് ഇത് നീക്കുന്നത്. കമ്പി എല്ലാം തന്നെ അവർ കൊണ്ടുവന്ന സാമഗ്രികളെല്ലാം തന്നെ ഇവിടെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇത് തള്ളി നീക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. JCBയുടെ സഹായത്താൽ, നാട്ടുകാരുടെ സഹായത്താൽ, സന്നദ്ധ സംഘടനകളുടെ സഹായത്താൽ സൈന്യം ചേർന്നുകൊണ്ട് അങ്ങോട്ട് തള്ളി നീക്കുകയാണ് ആ പാലം. അങ്ങനെ കുറച്ചു നേരം സമയമെടുത്തുകൊണ്ട്, വളരെ സമയമെടുത്തുകൊണ്ട് ഇന്ന് രാത്രി നേരം വെളുക്കുന്നത് വരെ നിർമ്മാണ പ്രവൃത്തികൾ തുടരുമെന്നാണ് പറയുന്നത്. നാളെ പകലോട് കൂടെ തന്നെ ഈ പാലം ചാലുവാകും. പാലത്തിലൂടെ വാഹനങ്ങൾക്ക് പോകാം എന്ന് പറയുന്നു. ഇപ്പോൾ മുകളിൽ നിന്ന്, മുണ്ടക്കയത്ത് നിന്ന് ഒരു മൃതദേഹം കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും ഇതിലൂടെ കാണാം. ഈ പാലം ശരിയായാൽ, ഈ പാലത്തിലൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആംബുലൻസുകൾക്ക് പോകുന്നതിനുള്ള വഴിയാകും തന്നെ. അതാണ് ഏറ്റവും വലിയ ശ്രമകരമായ കാര്യം. അതായത് അങ്ങേക്കരയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് മൃതദേഹങ്ങൾ റോപ്പ് ചെയ്തുകൊണ്ടാണ് ഇവിടെ എത്തിക്കുന്നത്. പിന്നീട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് ഇവിടെ വാഹനങ്ങൾ, അതായത് കണ്ണൂരിൽ നിന്നാണ് ഇപ്പോൾ ബെയിലി പാലം നിർമ്മാണത്തിലുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. ആ സാധനങ്ങൾ കൊണ്ടുവന്ന ലോറി, ഏകദേശം 5 ലോറികളുണ്ട്. അതിനപ്പുറത്ത് ഫയർഫോഴ്സിൻ്റെ വാഹനമുണ്ട്. പിന്നീട് അപ്പുറത്താണ് ആംബുലൻസ് ഉള്ളത്. അങ്ങനെ അത്രയും ദൂരം ഇവർ മൃതദേഹമായി എടുത്തുകൊണ്ട് പോയതിനു ശേഷമാണ് ഈ ആംബുലൻസ് പുറത്തു പോകുന്നത്. ഇന്ന് ഇപ്പോൾ ഈ പ്രദേശത്ത് രാവിലെ മുതൽ ഉച്ചവരെ മഴയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വളരെ ശക്തമായ മഴയായിരുന്നു. മലവെള്ളപ്പാച്ചിൽ, മലയിൽ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് ഇപ്പോഴും ശക്തമായ മലവെള്ളപ്പാച്ചിലാണ് ഈ പുഴയിലൂടെ ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ അല്പനേരം ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരുന്നു. താൽക്കാലികമായി മരം കൊണ്ട് കെട്ടിയിരുത്തിയ പാലത്തിന് മുകളിലൂടെ വെള്ളം കുത്തിയൊലിച്ചു പോകുന്ന സാഹചര്യം വന്നപ്പോൾ സൈന്യം വന്ന് പറഞ്ഞു, ആരും തന്നെ ഇപ്പോൾ ഈ പാലം ഉപയോഗിക്കരുതെന്നുള്ള നിർദ്ദേശം നൽകി. അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം പാലത്തിലൂടെ ആരും കടത്തിവിടാതെ നിന്നിരുന്നു. അത്രയും നേരം ഈ പാലത്തിന് മുകളിലൂടെ വെള്ളം കുത്തിയൊലിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെല്ലാം കൊണ്ട് ഒരു പ്രതിവിധിയായിട്ടാണ് ഇപ്പോൾ ബെയിലി പാലം ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം തന്നെ എളുപ്പമാകും. എല്ലാ രക്ഷാപ്രവർത്തനത്തിനും ഏറെ സുഖകരമാകുന്ന ഒരു പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തികളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. JCBയുടെ സഹായത്താൽ, നാട്ടുകാരുടെ സഹായത്താൽ സൈന്യം അവർ രാപ്പകൽ പണിയെടുക്കുന്ന കാഴ്ചയാണ്. അതാ തള്ളി നീക്കുന്ന JCBയുടെ സഹായത്താൽ ഈ ഇരുമ്പ് ഷീൽഡുകൾ തള്ളി നീക്കി ഈ പാലത്തിൻ്റെ കുറുകെ വെച്ചുകൊണ്ട് ഇവിടെ ഒരു താൽക്കാലിക പാലം നിർമ്മിക്കുക എന്നുള്ളതാണ്. നാളെ നേരം വെളുക്കുമ്പോഴേക്ക് ഈ പാലം ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ആംബുലൻസുകൾക്കും മറ്റ് യന്ത്രങ്ങൾക്കും തന്നെ പുറത്തു പോകാൻ പറ്റൂ. ഇപ്പോൾ 4 ഹിറ്റാച്ചി വാനുകൾ ഈ മലവെള്ളം ക്രോസ് ചെയ്ത്, കുത്തിയൊലിച്ച് വരുന്ന മലവെള്ളം ക്രോസ് ചെയ്തുകൊണ്ട് മുണ്ടക്കയത്തിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോഴും ഒരു മൃതദേഹം റോപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. മുണ്ടക്കയിൽ നിന്ന് കൊണ്ടുവന്ന മൃതദേഹമാണ് ഇപ്പോൾ റോപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഈ പാലത്തിൻ്റെ മുകളിലൂടെ, ഈ പുഴയ്ക്ക് മുകളിലൂടെ മൃതദേഹം കൊണ്ടുവരുന്ന ദൃശ്യങ്ങളിൽ കാണാം. അവരിൽ നിന്ന് NDRF സേന, സന്നദ്ധ സംഘടനകളെല്ലാം തന്നെ താഴെയുണ്ട്. ആ മൃതദേഹം ഏറ്റുവാങ്ങിയതിനു ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എടുത്തുകൊണ്ട് പോകണം. ഈ പാലമാണ് ഇപ്പോൾ ഈ നാടിനാവശ്യം. അതായത് മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം, ആ ഗ്രാമത്തെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ചൂരൽമലയിൽ നിന്നുള്ള നേരത്തെ ഈ ഒരു ഏകദേശം 4 മണിയായപ്പോൾ തന്നെ മഴ ശക്തമായതോടുകൂടി തന്നെയുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് അത്രമേൽ ശക്തമായ മഴ മലയിൽ മഴ പെയ്തതിനെ തുടർന്നുള്ള ശക്തമായ മഴവെള്ളപ്പാച്ചിൽ ഉച്ചവരെ വളരെ ശാന്തമായി ഒഴുകിയ ഈ പുഴ ഉച്ചയ്ക്ക് ശേഷം കലിതുള്ളി ഒഴുകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോഴും ഈ മലവെള്ളപ്പാച്ചിലിന് ശക്തി കൂടിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതായത് വനത്തിലും മഴ ശക്തമായി പെയ്യുന്നതിൻ്റെ ഒരു സിഗ്നലാണ് ഇപ്പോൾ ഈ മഴ, ഇവിടെ ഈ മലവെള്ളം ശക്തിയായി ഒഴുകുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് അത് ദുസ്സൂചനയാണ്. അതായത് മലയിൽ ശക്തമായ മഴ ഉണ്ടാകുന്നെങ്കിൽ താഴേക്ക് വലിയ മലവെള്ളപ്പാച്ചിലുണ്ടാകും. വീണ്ടും ഒരു ഉരുൾപൊട്ടലിൻ്റെ സാധ്യതകളെല്ലാം തന്നെ
നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ രക്ഷാപ്രവർത്തനം വളരെ സുഗമമായി തന്നെ ഇന്ന് പകൽ സമയത്തിൽ നടന്നിരുന്നു. രാത്രിയിൽ വെളിച്ചത്തിൻ്റെ കുറവുകൾ ആ മുണ്ടക്കൈ ഭാഗത്ത് പ്രസാദിലെ TV പ്രസാദ് നിൽക്കുന്ന ഭാഗത്തൊക്കെ വെളിച്ചത്തിന് വളരെ കുറവുണ്ടായിരുന്നു. അങ്ങനെ 4 പോർട്ടബിൾ ജനറേറ്ററുകൾ മനുഷ്യൻ എടുത്തുകൊണ്ട് പോകുന്നതും പിന്നീട് അവിടെ നിന്ന് 2 ജീപ്പുകൾ മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത്. ആ 2 ജീപ്പുകളിലേക്കുള്ള ഡീസലുകൾ വാങ്ങിക്കൊണ്ടുപോകുന്നു. ആ ഡീസൽ അടിച്ചതിന് ശേഷം മാത്രമാണ് ആ 2 ജീപ്പുകൾ ഇവിടെ നിന്നുള്ള കൊണ്ടുവരുന്ന മൃതദേഹങ്ങളെല്ലാം തന്നെ ആ 2 ജീപ്പിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രമാണ് എത്തുന്നത്. ആ ജീപ്പുകൾ കൂടെ സർവീസ് നിന്നുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലം ഒറ്റപ്പെട്ടേനെ. പക്ഷേ ഇന്ന് ഈ ജീപ്പിൻ്റെ സർവീസ് മാത്രമാണുള്ളത്. അതുകൊണ്ട് ഈ പാലം വരുന്നതിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ്. പാലം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ മറ്റു വാഹനങ്ങൾ ഇവിടെ നിന്ന് അങ്ങേക്കരയിലേക്ക് എത്തുക. അവിടെ എത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഈ ഏറ്റവും കൂടുതൽ എക്യുപ്മെന്റ്സ് ഉള്ള ദിലീപ് 2-3 വിവരങ്ങൾ കൂടി നമുക്ക് വളരെ ചുരുക്കി പ്രേക്ഷകരെ അറിയിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇപ്പോൾ കാലാവസ്ഥ ആ ഭാഗത്ത് എങ്ങനെയാണ്? കനത്ത മഴ ആ ഭാഗത്തുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രക്ഷാപ്രവർത്തനം തടസ്സവുമായിരുന്നു. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങി. നാളെ വൈകുന്നേരത്തോടു കൂടി കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നമുക്ക് ബെയിലി പാലം തുറന്നു കൊടുക്കാൻ കഴിയുമല്ലോ അല്ലേ? 1 മണിക്കൂർ മാത്രമാണ് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം തടസ്സപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നു. അതൊരു കാര്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഇനി അവിടെ നിന്നൊരു ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. ഇന്നലെ നമ്മൾ കേബിൾ കെട്ടി മനുഷ്യരെയും ബോഡിയും ഒക്കെ കടത്തിയിരുന്ന പ്രദേശത്ത് തന്നെയാണോ ഈ ബെയിലി പാലം ഇപ്പോൾ നിർമ്മിക്കുന്നത്? തീർച്ചയായും അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാണിച്ച നമുക്കൊപ്പം ദിലീപാണ് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നൽകുന്നത്. ഇത് അല്പസമയം മുമ്പ് മുണ്ടക്കൈ പ്രദേശത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. ദിലീപിനെ കേൾക്കാൻ കഴിയുമെങ്കിൽ ദിലീപിന് തുടരാം. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത് എവിടെയെന്നാണ് ചോദിച്ചത്. മാത്രവുമല്ല, നാളെ വൈകുന്നേരത്തിന് മുമ്പ് തന്നെ നമുക്ക് ആ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കണമെന്നാണ് സൈന്യത്തിൻ്റെ കണക്കുകൂട്ടൽ. 1 മണിക്കൂർ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം തടസ്സപ്പെട്ടു. ഇപ്പോൾ വീണ്ടും നിർമ്മാണം പുരോഗമിക്കുകയാണ്. രാത്രിയിലും ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ദിലീപ് തുടരാം. ദിലീപിലേക്ക് തിരിച്ചു വരാം. വീണ്ടും സിഗ്നലിന് ചെറിയ തടസ്സമുണ്ട്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ചൂരൽമലയെയും ഒപ്പം തന്നെ മുണ്ടക്കൈയെയും ഒക്കെ തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടലിൻ്റെ ദൃശ്യങ്ങളാണ്. പല വീടുകളും തകർന്നിരിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. ദിലീപ് പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു. ബെയിലിയുടെ നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുക. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം രാത്രിയിലും തുടരുമെന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്. ഇനി ആകെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷൻ എന്ന് പറയുന്നത് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണമാണ്. അത് നടക്കുന്നത് ചൂരൽമലയിലാണ്. ചൂരൽമലയിൽ നിന്ന് ഈ മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള ബെയിലി പാലത്തിൻ്റെ നിർമ്മാണമാണ് നടക്കുക. നാളെ രാത്രിക്കുള്ളിൽ ബെയിലി പാലം സഞ്ചാരയോഗ്യമാക്കിയാൽ ആ ഭാഗത്തേക്ക് കൂടുതൽ ഹിറ്റാച്ചികളും മെഷീനുകളും കൊണ്ടുപോകാം. കൂടുതൽ വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കും.